എങ്ങും നോക്കുമ്പോൾ ഇരുട്ടായ ഒരു കാലഘട്ടം എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. ഒരുപാട് കാലഘട്ടം ഉണ്ടായിരുന്നു. കുട്ടിക്കാലം മുതലേ ഉള്ള കാലഘട്ടം ഉണ്ടായിരുന്നു. കാരണം സ്വപ്നങ്ങളായിരുന്നു എനിക്ക് ആകെയുള്ള മുതൽക്കൂട്ട്. APJ അബ്ദുൽ കലാം പറഞ്ഞ പോലെ സ്വപ്നങ്ങൾ. പക്ഷെ ഇതുവരെയുള്ള എൻ്റെ ജീവിതത്തിൽ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഈ ലോകത്ത് ആർക്കും ചെയ്യാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഇതാണ് എന്നെ ഈ ഒരു കണ്ടന്റിലേക്ക് കൊണ്ടുവരാൻ കാരണം. ഒരു വാതിൽ ദൈവം, ഈ സൂപ്പർ നാച്ചുറൽ പവർ ഒരു വാതിൽ നമുക്ക് വേണ്ടി തുറന്നിട്ടിട്ടുണ്ടാവും. ഇത് ഞാൻ കഥ പറയണതല്ല, എൻ്റെ ജീവിത കഥയാണ്. സേഫ് ഗാർഡ് എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ ഒരു വ്യത്യസ്തമായ കണ്ടൻറ്റുമായി, ഒരു സീരീസ് ഓഫ് കണ്ടൻറ്റുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണ്. ഈ കണ്ടൻറ്റ് ഞാൻ വന്ന വഴികളിലൂടെ എന്നുള്ള എൻ്റെ ജീവിതമാണ് ഇവിടെ ഈ കണ്ടൻറ്റിലൂടെ കാണിക്കുന്നത്. ഞാൻ എവിടെ നിന്ന് വന്നു, ഞാനിപ്പോൾ എവിടെ നിൽക്കുന്നു. ഈ ഒരു കണ്ടൻറ്റ് ചെയ്യുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത് എന്നെക്കൊണ്ട് സമൂഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും, എൻ്റെ ജീവിതം കാണിച്ചു കൊടുത്ത് പുതിയ തലമുറയ്ക്ക് എന്തെങ്കിലും പഠിക്കാനുണ്ടോ. പല വീഡിയോസായിട്ട് സമയവും സൗകര്യവും ഒത്തുവരുന്ന പോലെ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. ഈ കണ്ടൻറ്റ് എൻ്റെ ചെറുപ്പകാലം മുതൽ ഇന്ന് ഞാൻ നിൽക്കുന്ന ഈ ഒരു കാലഘട്ടം വരെയുള്ള ഒരു ജീവിത കഥയുടെ ഒരു ചെറിയ ആവിഷ്കരണം ആയിരിക്കും. ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ നേരിട്ട ബുദ്ധിമുട്ടുകൾ, ഞാൻ അനുഭവിച്ച സന്തോഷങ്ങളെല്ലാം ഞാൻ ഇതിലൂടെ പങ്കുവയ്ക്കും. എൻ്റെ ജീവിതത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. കാരണം ഞാൻ എന്നൊരു വ്യക്തി മാതാപിതാക്കളില്ലാതെ വളർന്നതാണ്. 9 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ പേരൻസ് ജോലി തേടിപ്പോയി. അവിടെ നിന്നുള്ള എൻ്റെ ജീവിതം നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ എങ്ങനെയായിരിക്കും എന്നുള്ളത്. എൻ്റെ അമ്മയുടെ വീട്ടുകാരുടെ കൂടെ താമസിച്ച് വളർന്നു. അവിടെ ഹോസ്റ്റലിലായിരുന്നു എൻ്റെ ഭൂരിഭാഗം പഠിപ്പും. അവിടെ നിന്ന് ഞാൻ 16 വയസ്സിൽ ജോലിക്ക് കയറി. സ്വന്തം കാലിൽ നിൽക്കണം എന്നുള്ള അതിയായ താല്പര്യം എന്നെ സ്വന്തമായി ജോലി ചെയ്യാനും അതിൽ നിന്ന് വരുമാനം നേടാനും അങ്ങനെ പഠിക്കാനും എന്നെ പ്രേരിപ്പിച്ചു. ഇതെൻ്റെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളിലേക്ക് എന്നെ നയിച്ചു. ഒരുപാട് ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ തലമുറ അനുഭവിക്കാത്ത എല്ലാവിധ കഷ്ടപ്പാടുകളിലൂടെയും ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ തലമുറ അനുഭവിക്കാത്തതെന്ന് പറഞ്ഞാൽ എല്ലാ ജോലിയും, എന്ത് ജോലി തന്നാലും ഇന്നും ഞാൻ ചെയ്യാൻ തയ്യാറാണ്. ഇത് ഞാൻ 100% സത്യസന്ധമായി പറയുന്നൊരു കാര്യമാണ്. ഇന്ന് എന്ത് ജോലി തന്നാലും ഞാൻ ചെയ്യാൻ തയ്യാറാണ്. കാരണം എൻ്റെ പൂർവ്വകാല ദിനങ്ങളായിരുന്നു അത്. അതായത് ഞാൻ സഞ്ചരിച്ച വഴികൾ. ഈ വീഡിയോ തന്നെ ഞാൻ വന്ന വഴികൾ എന്നാണ് ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഈ കഥ പറയുമ്പോൾ എനിക്ക് ശേഷം വരുന്ന തലമുറയ്ക്ക് എന്തെങ്കിലും ഒരു ഗുണമുണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പാണ്. എനിക്ക് ശേഷം വരുന്ന തലമുറയിൽ ഒരു മാറ്റമുണ്ടാക്കാൻ പറ്റും. ഒരാൾക്കെങ്കിലും മാറ്റമുണ്ടാക്കാൻ പറ്റിയാൽ ഞാൻ വിജയിച്ചു, അല്ലെങ്കിൽ ഞാൻ പൂർണ്ണ സന്തോഷവാനാവുകയാണ് എന്നും ഞാൻ ചിന്തിക്കുന്നൊരു കാര്യമുണ്ട്. അതായത് എൻ്റെ ജീവിതം ഞാൻ പഠിച്ചിട്ട് അല്ലെങ്കിൽ പുറകോട്ട് ചിന്തിച്ചിട്ട് ഞാൻ വിചാരിക്കുന്നൊരു കാര്യം, ഞാൻ വിശ്വസിക്കുന്നൊരു കാര്യം, എനിക്ക് ഇന്ന് ഞാൻ വിജയിച്ചു എന്ന് പറയാറായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. പക്ഷേ ഇതുവരെ നിൽക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഇനി നാളെ എങ്ങനെയെന്ന് എനിക്കറിയില്ല. അത് എന്താ പറയുക, നശ്വരമായൊരു ലോകമാണ്, നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഇതുവരെയുള്ള എൻ്റെ ജീവിതത്തിൽ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഈ ലോകത്ത് ആർക്കും ചെയ്യാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഇതാണ് എന്നെ ഈ ഒരു കണ്ടന്റിലേക്ക് കൊണ്ടുവരാൻ കാരണം. എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഈ ലോകത്ത് ആർക്കും സാധിക്കും. കാരണം എങ്ങും നോക്കുമ്പോൾ ഇരുട്ടായ ഒരു കാലഘട്ടം എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. ഒരുപാട് കാലഘട്ടം ഉണ്ടായിരുന്നു. കുട്ടിക്കാലം മുതലേ ഉള്ള കാലഘട്ടം ഉണ്ടായിരുന്നു. കാരണം സ്വപ്നങ്ങളായിരുന്നു എനിക്ക് ആകെയുള്ള മുതൽക്കൂട്ട്. APJ അബ്ദുൽ കലാം പറഞ്ഞ പോലെ സ്വപ്നങ്ങൾ എന്നും ഉണ്ടായിരുന്നു. ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്തിന് ഞാൻ എഴുന്നേൽക്കണം എന്നുള്ളത് ഒരു സ്വപ്നമായിരുന്നു. അതായത് ഓരോ ദിവസവും ഞാൻ തന്നെ ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കുമായിരുന്നു എഴുന്നേൽക്കാനായിട്ട്. അപ്പോൾ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കാലഘട്ടത്തിലേക്കുള്ള സ്വപ്നങ്ങളും ഇടത്തരം കാലഘട്ടത്തിലേക്കുള്ള സ്വപ്നങ്ങളും, അതായത് ഷോർട്ട് ഡ്രീംസ്, മിഡ് ടേം ഡ്രീംസ് ആൻഡ് ലോങ് ഡ്രീംസ്. അപ്പോൾ അങ്ങനെ പല ടൈപ്പ് ഡ്രീംസുമായാണ് ഞാൻ എന്നും ജീവിച്ചുകൊണ്ടിരുന്നത്. കയ്യിൽ സ്വന്തമായി ജീവിക്കണം, സ്വന്തമായി അധ്വാനിച്ച് പഠിക്കണം എന്നാഗ്രഹിച്ചതുകൊണ്ട് കയ്യിലെടുക്കാൻ പൈസ വളരെ കുറവായിരുന്നു. നന്നായി വിദ്യാഭ്യാസം കിട്ടിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ജോലി കിട്ടിയതിന് ശേഷമുള്ള വിദ്യാഭ്യാസമായിരിക്കും എനിക്ക് കൂടുതൽ കോൺഫിഡൻസ് തന്നിരിക്കുന്നത്. കാരണം വിദ്യാഭ്യാസം അത്ര എന്താ പറയുക,
ഞാൻ ആഗ്രഹിച്ച പോലുള്ള വിദ്യാഭ്യാസം ആ ഒരു കാലഘട്ടത്തിൽ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. പക്ഷെ അതിനുശേഷം ഞാൻ അതിലേക്ക് എത്താൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ വിദ്യാഭ്യാസം അങ്ങനെയുള്ള മേഖലകളിൽ എനിക്ക് ഇങ്ങനെയുള്ള ഞാൻ കടന്നു പോയ എല്ലാ മേഖലകളെക്കുറിച്ചും എനിക്ക് ഇതിനകത്ത് സംസാരിക്കണമെന്നുണ്ട്. ഇതുകൂടാതെ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം, എൻ്റെ ജീവിതത്തിൽ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത കുറേ ആളുകളുണ്ട്. അതായത് എന്നെ സഹായിച്ചവരുണ്ട്. ഇപ്പോഴും എനിക്കറിയില്ല അവരെന്തിനാണ് എന്നെ സഹായിച്ചതെന്ന്. കാരണം എൻ്റെ കയ്യിൽ പൈസ ഇല്ല, എൻ്റെ കയ്യിൽ ഒന്നും പറയാനില്ല. വാടകയ്ക്കോ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് താമസിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ ഇപ്പോൾ ഒരു 18 വയസ്സിന് ശേഷം. അപ്പോൾ എന്നെ എന്തിനവർ സഹായിച്ചു എന്ന് എനിക്ക് ഇന്നും അറിയില്ല. എനിക്ക് അവരോട് ചോദിക്കണം, അത് എൻ്റെ പ്രേക്ഷകരുടെ മുന്നിൽ അവതരിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇതിലൂടെ എല്ലാം ഈ വീഡിയോസ് കാണുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ജീവിതത്തിൽ ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ ചേഞ്ച് ഉണ്ടാക്കിക്കോ. സ്വപ്നങ്ങൾ സ്ട്രോങ് ആയി പിടിച്ചോ. പൗലോ കൊയ്ലോ പറഞ്ഞ പോലെ തീവ്രമായി എന്താഗ്രഹിച്ചാലും നിങ്ങളിലേക്ക് അത് വരും. അത് ഒരു സംശയമില്ലാത്ത കാര്യമാണ്. ഒരു വാതിൽ ദൈവം, ഈ സൂപ്പർ നാച്ചുറൽ പവർ ഒരു വാതിൽ നമുക്ക് വേണ്ടി തുറന്നിട്ടിട്ടുണ്ടാവും. ഇത് ഞാൻ കഥ പറയണതല്ല, എൻ്റെ ജീവിത കഥയാണ്. എനിക്കിത് മുഴുവനായി വിവരിക്കാൻ എത്രത്തോളം വ്യാപ്തിയിൽ വിവരിക്കാൻ പറ്റുമെന്നറിയില്ല. പക്ഷേ എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാനത് ഏറ്റവും ചുരുങ്ങിയ സമയത്ത് മനസ്സിലാക്കുന്ന രീതിയിൽ ഞാൻ ഈ കഥകളുടെ ഒരു സീരീസുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നുണ്ടാവും. നിങ്ങളത് കണ്ടു നോക്കൂ, അഭിപ്രായങ്ങൾ പറയൂ. ഈ കഥകളിൽ സന്തോഷമുണ്ടാവും, ദുഃഖമുണ്ടാവും, കഷ്ടപ്പാടുണ്ടാവും, സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാവും. എനിക്ക് തോന്നുന്നു സന്തോഷം, ആ ഒരു കാലഘട്ടത്തിൽ സ്വപ്നങ്ങളുണ്ടായിരുന്നു. സന്തോഷം എന്ന് പറയുന്നത് കുറവായിരുന്നു. കാരണം മാതാപിതാക്കളില്ലാണ്ട് വളർന്നു കഴിഞ്ഞാൽ ഏതൊരു കുട്ടിക്കും സന്തോഷം കുറവായിരിക്കും. യാതനകളും ബുദ്ധിമുട്ടുകളും കൂടുതലായിരിക്കും. പിന്നെ സ്വപ്നങ്ങൾ കൂടുമ്പോൾ നമ്മൾ അതിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു വഴി ദുർഘടമായിരിക്കും. അപ്പോൾ അതെല്ലാം എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. ഇതെല്ലാമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരും. നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം മനോജ് വർഗീസ്.